ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈൻ ഉണ്ടാക്കുന്നത്. ആ വൈൻ ഉണ്ടാക്കിയത് ഞാൻ ഇന്ന് ആ വൈൻ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ടോട്ടൽ ഒരു 22 ഡേയ്സോളം വൈൻ കെട്ടി വെച്ചിരുന്നു. 23rd ഡേയ്ക്കാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 21st ഡേയ്ക്ക് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ 2 ദിവസം കൂടി ഇരുന്നിരുന്നാലും വൈനല്ലേ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ 23rd ഡേയ്ക്കാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അതൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ തന്നെ, നമുക്ക് ഈ വൈനാകുമ്പോഴത്തേൽ എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. ഞാൻ 3-4 ദിവസത്തിലൊരിക്കലൊക്കെയാണ് ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോൾ അരിക്കുന്നതിന് മുന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിൽ എനിക്കൊരു 2 പാത്രം വൈനാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ വൈന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ അതുകൂടെ ഒരു പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തു. അതിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, മീൻസ് അതിൻ്റെ കൊത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ വൈനായിരുന്നു. ഇത് കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, ആ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോഴത്തേൽ കണ്ടോ നല്ല കളറല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, മുന്തിരി തിളപ്പിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറ് കിട്ടും കണ്ടോ, നല്ല കളറ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഹസ്ബൻഡിനൊന്ന് കൊടുക്കുവാണേ. അപ്പോൾ പുള്ളി അത് കുടിച്ചിട്ട് പറഞ്ഞു സൂപ്പറാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി മാത്രമല്ല കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, വീട്ടിൽ വേറെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേൽ വീട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ വൈനൊക്കെ ഇടുമ്പോഴത്തേൽ വൈന് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അത് കുടിച്ചിട്ട് പറഞ്ഞത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്, നല്ല തിക്കായിട്ടുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ആ വൈന് ഞാൻ അതേ ഭരണി തന്നെ തുടച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വയ്ക്കുവാണ്. ഒഴിച്ച് വീണ്ടും അതുപോലെ തന്നെ കെട്ടി വയ്ക്കുകയാണ്. കാരണം ബോട്ടിൽസ് കിട്ടിയിട്ടില്ല. ബോട്ടിൽസ് കിട്ടിക്കഴിയുമ്പോഴത്തേൽ അതിലോട്ട് മാറ്റാൻ പറ്റും. അതുവരെ വീണ്ടും അത് കെട്ടി തന്നെ ഞാൻ വെച്ചു. വൈന് എത്ര നാൾ ഇരുന്നിരുന്നാലും അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, ഒരിക്കലും ചീത്തയായി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അതങ്ങ് കെട്ടി വയ്ക്കുവാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്, പ്ലം കേക്കാണ് കേട്ടോ. പ്ലം കേക്കാണെങ്കിലും വേറൊരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഈസിയുമാണ്, ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ പ്ലം കേക്ക്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മെഷറിങ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് അത് പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി 1/2 കപ്പ് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുവാണ്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കണ്ടോ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഷുഗർ ഒന്ന് കരിച്ചെടുക്കത്തില്ലേ പഞ്ചസാര, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അത് നോക്കി നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. അത് ഒരു കളറ് മാറാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ആ മെഷറിങ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ടത് റേസിൻസ്, ബ്ലാക്ക് റേസിൻസ്, സീഡ്ലെസ് അതും, പിന്നെ ഡേറ്റ്സ്, കുരുവില്ലാത്ത ഡേറ്റ്സ്, പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ഇതും ടൂട്ടി ഫ്രൂട്ടി, ഇത് ഇത്രയും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് 1 നുള്ള് കരയാമ്പ് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ അതിന് കിട്ടും. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് ഒരുപാട് വറ്റിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേൽ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഓവനിലൊന്നുമല്ല ഈ കേക്ക് ഉണ്ടാക്കുന്നത്, കുക്കറിലും അല്ല. ഞാനിതാ ഇതുപോലൊരു വലിയ പാത്രത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് ഇതിലാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്.
ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറ്. എനിക്ക് ഓവനേക്കാളും ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് മൈദ, ആ സെയിം മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, അതും 1 നുള്ള് സിന്നമൺ പൗഡർ, കറുവാപ്പട്ടയുടെ പൊടിയുണ്ടല്ലോ, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ പാത്രം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചു കൊടുക്കണം. അത് ആ ഒരു സ്റ്റെപ്പ് വിട്ടു പോകരുത്. 3 പ്രാവശ്യം നന്നായിട്ട് അരിക്കണം, അതിലൊട്ടും കുറയരുത് കേട്ടോ. അതിങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറ്റി അരിച്ചെടുത്തു. ഇനി നമുക്ക് മുട്ടയൊന്ന് ഇതാക്കി എടുക്കണം. അതും ഞാൻ ബ്ലെൻഡർ വെച്ചിട്ടല്ല, ഇന്ന് മിക്സിയിലാണ് ഞാൻ ഈ മുട്ടയുടെ ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി ഇത് ഹൈ സ്പീഡിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ പഞ്ചസാര പൊടിച്ച് വെച്ച് പഞ്ചസാര പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്തു. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ഒഴിച്ചിട്ട് ഒരു 10 സെക്കൻഡും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ ഉപയോഗിക്കാം. പക്ഷേ ബട്ടർ ആണെങ്കിലും തണുത്തതിന് ശേഷം മാത്രമേ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ട് നേരത്തെ നമ്മുടെ ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ആ ബൗളിലേക്ക് ഒഴിച്ച് ആ മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും ആ ഷുഗർ സിറപ്പിൻ്റെ അതിൽ ഒട്ടും ചൂട് പാടില്ല കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളതിൽ ആ മുട്ടയുടെ മിക്സ് ഒഴിക്കാവുള്ളൂ. അതിനുശേഷം ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ പൊടി ഒരുമിച്ച് ഇട്ടിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. കുറച്ചായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. ആ നട്ട്സിലേക്ക് ഞാൻ കാഷ്യൂ, ബദാം, പിസ്ത എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത് ഇത്രയും ഉണ്ടായിരുന്നു. അത് മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഞാനിതിലിടുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം പോയിട്ട് കേക്കിൻ്റെ അടിയിലായിട്ട് കിടക്കും. അതുകൊണ്ടാണ്. അതിനുശേഷം എൻ്റെ കയ്യിൽ പേപ്പർ മൗൾഡ് ഉണ്ടായിരുന്നു. പേപ്പർ മൗൾഡിൽ ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ് ടാപ്പ് ചെയ്യുന്നത്. കണ്ടോ? അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓവനിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഓവനിൽ ചെയ്യാം. എങ്ങനെ വേണേലും നമുക്കിത് ചെയ്യാൻ പറ്റും. കുക്കറിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ കുക്കറിൽ അങ്ങനെ ചെയ്യാറില്ല. ഓവനിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 40 മിനിറ്റ്സാണ് ഞാൻ ഈ കേക്ക് കുക്ക് ചെയ്യാൻ എടുത്തത്. 5 മിനിറ്റ്സ് നമ്മൾ ആദ്യം കേക്ക് വെച്ച ഉടനെ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 40 മിനിറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്തപ്പോൾ കേക്കൊക്കെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി കേക്ക് വെന്തോന്നറിയുന്നതിലേക്കായിട്ട് നമ്മളൊരു സ്ക്യൂർ ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഒന്ന് കുത്തി നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ കുത്തി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. 3-4 സ്ഥലത്തേക്ക് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോഴേ എല്ലാ ഭാഗവും വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെടുത്ത ആ സ്ക്വയർ ക്ലിയർ ആയിട്ട് തന്നെ വന്നു. അതായത് കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കേക്ക് ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ.
ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. പേപ്പർ മൗൾഡ് ഇല്ലാത്തവർ അല്ലാത്ത മൗൾഡിലും ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പേപ്പർ മൗൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല മോയ്സ്റ്റ് ആൻഡ് സോഫ്റ്റ് കേക്ക്. അതിൻ്റെ ആ ടെക്സ്ചർ കണ്ടോ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിവതും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനത് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തത്. കണ്ടോ, വൈൻ്റെ ഒക്കെ കളർ കണ്ടോ. അപ്പോൾ ക്രിസ്മസിനുള്ള കേക്കും വൈനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.